ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. പ്രവാചക നിന്ദാ പരാമർശത്തിൽ നടപടി നേരിട്ട ബി.ജെ.പി നേതാവ് നൂപുർ ശർമ്മ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥി അയക്കും. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ആദ്യഘട്ട ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പ്രധാന നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊപ്പം തന്നെ ഇനിയുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ഇടങ്ങളിൽ വളരെ വേഗത്തിലുള്ള ചർച്ചകൾ, നടപടികൾ കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന്റെ വിവരങ്ങളും നിതിൻ അംബുജൻ. റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ട നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഏപ്രിൽ 19 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. അതിന്റെ വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഉത്തർപ്രദേശിലെ 8 സീറ്റുകൾ ഇതിൽ ഉൾപ്പെടുന്നു. രാജസ്ഥാനിലെ 12 സീറ്റുകളും തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും 102 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. അതിന്റെ വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് അത് ബി.ജെ.പിയും കോൺഗ്രസും വേഗത്തിൽ തന്നെ കടന്നിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. ഏതാണ്ട് 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. ബംഗാൾ, അതോടൊപ്പം തന്നെ പ്രധാനമായും ബംഗാൾ കൂടാതെ പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ചും നേരത്തെ ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. അതിൽ ബംഗാളിലെ 12 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സംബന്ധിച്ചൊരു നിർണയം ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് ബംഗാളിലടക്കം സീറ്റുകൾ, രാജസ്ഥാനിലടക്കം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ മഹാരാഷ്ട്ര, അതോടൊപ്പം മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും ഇന്ന് ചേരാനിരിക്കുകയാണ്. ബി.ജെ.പിയും വേഗത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഒരുപക്ഷെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വളരെ വേഗത്തിൽ തന്നെ ബി.ജെ.പിയും പ്രഖ്യാപിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശിൽ മേനകാ ഗാന്ധി മത്സരിച്ചേക്കും എന്നുള്ളതാണ്. പിലിഭത്തിലെ സ്ഥാനാർത്ഥിയാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനമെടുത്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. അതോടൊപ്പം വരുൺ ഗാന്ധിക്ക് സീറ്റ് ലഭിക്കാൻ ഇടയില്ല. അതേസമയം തന്നെ വരുൺ ഗാന്ധി ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിയുമായി ആശയവിനിമയം നടത്തി സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. അത്തരം രാഷ്ട്രീയ നീക്കങ്ങളും ഇപ്പോൾ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം പ്രവാചകനെതിരായ പ്രസ്താവന നടപടി നേരിട്ട നുപൂർ ശർമ്മയെ റായ്ബറയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കവും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണ്. എന്തായാലും റായ്ബറയിൽ പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അന്തിമ രൂപം അത് ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് വ്യക്തമാകും. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഇന്നൊരു പക്ഷേ പ്രഖ്യാപനം ഉണ്ടാകില്ല. അത്തരം ചർച്ചകൾ ഇപ്പോഴും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്. ഇന്ന് മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കി പ്രചരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും തീരുമാനം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടുകൂടി, ഒന്നാം ഘട്ടത്തിന് വിജ്ഞാപനം പുറത്തിറങ്ങിയതോടുകൂടി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് തുടക്കമായിരിക്കുന്നു. ബാക്കിയുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാനുള്ള ചർച്ചകൾ സജീവമായി ഉണ്ടാകുന്നു. കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, ബി.ജെ.പിയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ ഉണ്ടാകും. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. തമിഴ്നാട്ടിൽ ആദ്യഘട്ട ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ഡി.എം.കെയും അണ്ണാ ഡി.എം.കെയും 11 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 21 പേരുടെ പട്ടികയാണ് ഡി.എം.കെ പുറത്തുവിട്ടത്. 16 സീറ്റുകളിലാണ് അണ്ണാ ഡി.എം.കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അധികാരത്തിലെത്തിയാൽ CAA റദ്ദാക്കും, ഗവർണർ നിയമനം സംസ്ഥാനത്തിന്റെ അനുമതിയോടെയാക്കും തുടങ്ങിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളുമായാണ് ഡി.എം.കെയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഡി.എം.കെയും അണ്ണാ ഡി.എം.കെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഏതൊക്കെ പ്രമുഖർ, ഏതൊക്കെ മണ്ഡലങ്ങളിൽ ജനവിധി തേടാൻ പോകുന്നു? ഒപ്പം തന്നെ ശ്രദ്ധേയമാണ് ഡി.എം.കെയുടെ പ്രകടന പത്രിക, അതിന്റെ ഉള്ളടക്കം, അതിന്റെ വിശദാംശങ്ങളും. മനേഷ് മൂർത്തി. ശ്രീജിത്ത്, പ്രകടന പത്രിക 64 പേജുള്ള പ്രകടന പത്രികയാണ് ഡി.എം.കെ ഇറക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, CAA റദ്ദാക്കും എന്നുള്ളതാണ്. ജാതി സെൻസസ് നടക്കും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായ അധികാരം നൽകുന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥകൾ കൊണ്ടുവരും. മറ്റൊന്ന്, ഗവർണർ നിയമനങ്ങൾ അത് സംസ്ഥാനങ്ങളുടെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ ഗവർണർമാരാക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അതുപോലെ തന്നെ പുതുച്ചേരിക്ക് സ്വതന്ത്ര സംസ്ഥാന പദവി നൽകും. അങ്ങനെ ഉള്ള ശ്രീലങ്കൻ പൗരർക്ക്, അതായത് തമിഴ്നാട്ടിൽ കഴിയുന്ന ശ്രീലങ്കയിൽ നിന്നുള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകും. അങ്ങനെ നിരവധിയായിട്ടുള്ള ജനക്ഷേമ പദ്ധതികളാണ് എന്തായാലും ഡി.എം.കെയുടെ പ്രകടന പത്രികയിൽ ഉള്ളത്. അത് തമിഴ്നാട്ടിൽ നടപ്പിലാക്കുന്നത് പോലെ രാജ്യത്താകമാനം സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പരിപാടികൾ നടപ്പിലാക്കും. അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി റദ്ദാക്കും.
അത്തരത്തിൽ പെട്രോൾ ഡീസൽ പാചകവാതക വില കുറയ്ക്കും, തൊഴിലുറപ്പ് ദിനങ്ങൾ 150 ആക്കും, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കും, അങ്ങനെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള 64 പേജുള്ള പ്രകടന പത്രികയാണ് എന്തായാലും DMK ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിൽ ജനങ്ങളോട് സംസാരിച്ച് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചാണ് ഈ ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് DMKയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ്. 21 മണ്ഡലങ്ങളിലാണ് DMK മത്സരിക്കുന്നത്. 21 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക ഇന്നിപ്പോൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ 11 പുതുമുഖങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ആളുകളുടെ മത്സരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് പറയാം. ഒന്ന് ദയാനിധി മാരൻ MP ആണ്. അദ്ദേഹം സെൻട്രൽ ചെന്നൈയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കും. പെരുമ്പൂർ ശ്രീപെരുമ്പത്തൂരിൽ നിന്നാണ് TR ബാലു മത്സരിക്കുക. TR ബാലു MP ആണ്. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്ന് തന്നെ മത്സരിക്കും. അങ്ങനെ പ്രമുഖരായിട്ടുള്ള എല്ലാവരുമുണ്ട്. 11 പേർ പുതുമുഖങ്ങളാണ്. DMKയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വരുമ്പോൾ 11 പേർ പുതുമുഖങ്ങളാണ്. അണ്ണാ DMKയിലേക്ക് വന്നാൽ അണ്ണാ DMK ഇപ്പോൾ സഖ്യം എല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നാണ് സഖ്യ പ്രഖ്യാപനം വന്നത്. അതിൽ വിജയകാന്തിന്റെ DMDK അണ്ണാ DMK സഖ്യത്തിനൊപ്പം ചേർന്നിരിക്കുന്നു. SDPI അണ്ണാ DMK സഖ്യത്തിനൊപ്പം ചേർന്നിരിക്കുന്നു. ആദ്യഘട്ട പട്ടിക 16 സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 14 പേരും, അതായത് 14 പേരും പുതുമുഖങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ബാക്കിയുള്ള പുതുച്ചേരി ഉൾപ്പെടെയുള്ള മറ്റ് പറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. വിജയകാന്തിൻ്റെ DMDK മുന്നണിയിലേക്ക് അണ്ണാ DMK മുന്നണിയിലേക്ക് വന്ന വിജയകാന്തിൻ്റെ DMDKയ്ക്ക് 5 ലോക്സഭാ സീറ്റുകൾ നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. SDPIക്ക് 1 ലോക്സഭാ സീറ്റും നൽകും. പുതിയ തമിഴകം 1 സീറ്റിൽ മത്സരിക്കും. അങ്ങനെ ഒരു സഖ്യം കൂടി ഇന്ന് സഖ്യപ്രഖ്യാപനം കൂടി ഇന്ന് അണ്ണാ DMKയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. DMDK എവിടേക്കായിരിക്കും പോവുക എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് BJPയിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ട സൂചനകൾ വന്നിരുന്നത്. എന്നാൽ അത് അണ്ണാ DMKയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 സീറ്റുകൾ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാം ഘട്ട പട്ടിക വളരെ വേഗത്തിൽ തന്നെ പുറത്തിറക്കുമെന്നാണ് അണ്ണാ DMKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എടപ്പാടി പളനിസ്വാമി അല്പസമയം മുമ്പ് പറഞ്ഞത്. ശരി, മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു. 21 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് DMK പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 11 പേർ പുതുമുഖങ്ങളാണ്. കോയമ്പത്തൂരിൽ മുനവർ ഗണപതി രാജ്കുമാർ, തൂത്തുക്കുടിയിൽ കനിമൊഴി, നീലഗിരിയിൽ A രാജ, സെൻട്രൽ ചെന്നൈയിൽ ദയാനിധി മാരൻ എന്നിവർ ജനവിധി തേടാൻ പോകുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനൊപ്പം വേദി പങ്കിട്ട താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെതിരെ വീണ്ടും നടപടിയുമായി NSS. മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായരെ ഡയറക്ടർ ബോർഡ് മെമ്പർ സ്ഥാനത്ത് നിന്നും പുറത്താക്കി. ഇന്നലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. പാലായിൽ നടന്ന LDF പ്രചാരണ പരിപാടികളിലാണ് CP ചന്ദ്രൻ നായർ പങ്കെടുത്തത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, കൂടുതൽ നടപടികളിലേക്ക് NSS നേതൃത്വം കടന്നിരിക്കുന്ന സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ എങ്ങനെയാണ് ടോബി? TK, ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും തോമസ് ചാഴിക്കാടന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് തന്നെയാണ് NSS നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മീനച്ചിൽ താലൂക്ക് യൂണിയനിലുള്ള ഒരു വിഭാഗം ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. അവർ രാജിവെച്ചിരുന്നു. അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ഘട്ടത്തിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഈ ചന്ദ്രൻ നായരെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ളൊരു വിശദീകരണമാണ് സുകുമാരൻ നായർ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചപ്പോൾ നമ്മളോട് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അതിന്റെ ഭാഗമായി തന്നെ ഒരു തുടർ നടപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തും പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്താകും. അങ്ങനെ അദ്ദേഹത്തെ പുറത്താക്കിയത് തന്നെയാണ് എന്നുള്ളൊരു വിവരമാണ് പങ്കുവെക്കുന്നത്. എന്തായാലും ഒരു സമദൂര നിലപാടാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NSS സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലപാടിൽ നിന്നും വിഭിന്നമായ ഒരു നിലപാട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ നടപടികൾ എന്നുള്ള ഒരു വിശദീകരണം തന്നെയാണ് NSS നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ശരി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NSSന്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെതിരെ വീണ്ടും നടപടിയെടുക്കുന്നു NSS. മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായരെ ഡയറക്ടർ ബോർഡ് മെമ്പർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ബംഗാളിൽ CPIഎമ്മും കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണ. കോൺഗ്രസ് 12 സീറ്റിൽ മത്സരിക്കും. ഇടതു പാർട്ടികൾ 24 സീറ്റുകളിൽ മത്സരിക്കും എന്നുള്ളതാണ് ധാരണാ. വിവരങ്ങളുമായി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, സഖ്യത്തിന്റെ ഭാഗമാകാതെ BJPയുമായൊരു ഡയറക്ട് ഫൈറ്റിന് മമത, തൃണമൂൽ കോൺഗ്രസ് ഒരുങ്ങുന്ന പശ്ചാത്തലം. അതിനിടയിൽ കോൺഗ്രസും CPIഎമ്മും തമ്മിൽ പഴയ തർക്കങ്ങളൊക്കെ മറന്ന് രൂപപ്പെടുന്ന സീറ്റ് ധാരണ. ഏതൊക്കെ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കാൻ പോകുന്നു, ഏതൊക്കെ സീറ്റുകളിൽ ഇടതു പാർട്ടികൾ, തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടോ ദിലീപ് കുമാർ? റിജിത്ത്, ബംഗാളിലെ 42 സീറ്റുകളിൽ ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. CPIഎമ്മും കോൺഗ്രസും തമ്മിലുള്ള ധാരണ
ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതനുസരിച്ച് CPIM ഉൾപ്പെടുന്ന ഇടതുമുന്നണി 24 സീറ്റുകളിലായിരിക്കും മത്സരിക്കുക. കോൺഗ്രസ് സംസ്ഥാനത്ത് 12 ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കും. സഖ്യകക്ഷിയായ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് ISF 6 സീറ്റുകളിൽ മത്സരിക്കുന്നതിനുമുള്ള ധാരണയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഏതൊക്കെയാണ് ഈ സീറ്റുകൾ എന്നത് സംബന്ധിച്ച് അന്തിമ ധാരണ ഇനിയും വേണ്ടിയിരിക്കുന്നു. മുർഷിദാബാദ് നേരത്തെ കോൺഗ്രസ് മത്സരിച്ച് വന്നിരുന്ന പലപ്പോഴും വിജയിച്ചിട്ടുള്ള സീറ്റാണ്. മുർഷിദാബാദ് ഇത്തവണ CPIMന് നൽകാൻ സന്നദ്ധമാണെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. അവിടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആയിരിക്കും സ്ഥാനാർത്ഥി. നേരത്തെ അദ്ദേഹം റായ്ഗഞ്ചിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു 2009 തെരഞ്ഞെടുപ്പിൽ. പിന്നീട് 2019 തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇത്തവണ മുർഷിദാബാദിൽ നിന്നായിരിക്കും മുഹമ്മദ് സലീം മത്സരിക്കുക. മറ്റൊന്ന്, ഈ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ള സീറ്റുകളിൽ പുരുലിയ ഈ മുർഷിദാബാദിന് പകരം വേണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഫോർവേഡ് ബ്ലോക്ക് പറയുന്നത് തങ്ങളുടെ പരമ്പരാഗത സ്വാധീന മേഖലയിൽ പെടുന്നതാണ് ഈ പുരുലിയയ്ക്ക് പുറമെ കുച്ച് ബിഹാറും ബരാസത്തും ഈ മണ്ഡലങ്ങൾ ഒന്നും തന്നെ കോൺഗ്രസിന് വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് ഫോർവേഡ് ബ്ലോക്ക് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു മണ്ഡലം തലവേദനയായിട്ടുള്ളത് ബസീർഘട്ടാണ്. ബസീർഘട്ട് CPI സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നാണ് CPI നേതാക്കൾ പറയുന്നത്. പക്ഷേ ആ മണ്ഡലം വിട്ടു നൽകണം CPIMന് എന്ന് CPIM സംസ്ഥാന നേതൃത്വം തന്നെ അറിയിച്ചിട്ടുണ്ട്. അവിടെ അടുത്ത കാലത്ത് ഈ സന്ദേശ് ഖലിയുമായി ബന്ധപ്പെട്ട് അവിടെ അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ നിരാപദ സർക്കാരിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് CPIMന്റെ ആവശ്യം. ഇതിനോട് CPI നേതൃത്വം അനുകൂലമായി പ്രതികരിച്ചിട്ടുമില്ല. ഇങ്ങനെ ഈ മത്സരിക്കേണ്ട മണ്ഡലങ്ങളെ സംബന്ധിച്ച അന്തിമ ധാരണ ഇനിയും പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. പക്ഷേ സീറ്റുകളെ സംബന്ധിച്ച ധാരണയാണ് ഇപ്പോൾ ഇടതുമുന്നണിയിൽ കോൺഗ്രസ് നേതൃത്വവും ISFുമായിട്ടും പൂർത്തിയായിട്ടുള്ളത്. റീജിത്ത്. ശരി, ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ UDF ലേബലിൽ വോട്ട് പിടിക്കുന്നുവെന്ന് ഫ്രാൻസിസ് ജോർജ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ LDF എന്ന് ചെറുതാക്കി കാണിച്ചാണ് പോസ്റ്ററുകൾ എന്നാണ് വിമർശനം. എന്നാൽ ആരോപണം തോമസ് ചാഴിക്കാടൻ തള്ളി. UDF പുറത്താക്കിയപ്പോഴാണ് മുന്നണി വിട്ടതെന്നും ആത്മാഭിമാനമുള്ളത് കൊണ്ടാണ് കാല് പിടിച്ച് കിടക്കാതിരുന്നതെന്നും തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിന് മുകളിൽ ചെറിയൊരു പോസ്റ്റർ, നമ്മുടെ ചിഹ്നം കൃത്യം ആ ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിന് മുകളിൽ നമ്മുടെ ചിഹ്നം എന്ന് പറയും ചെറിയൊരു വലിയ തോതിൽ 2 ചിഹ്നത്തിന്റെ പടം വെച്ച് വളരെ ചെറുതായി സ്ഥാനാർത്ഥിയുടെ പടവും അതിലും ചെറുതായി LDF എന്നും കാണിച്ച് ഒരു പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നു. അതൊരു ക്ലിയർ ആയിട്ടും ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. പറയാൻ പോലും മടിക്കുന്നവർ എന്തിനാണ് LDFൽ നിൽക്കുന്നത്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. യാതൊരു കാരണവശാലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പക്ഷേ UDFൽ നിന്ന് ഞങ്ങളെ പുറത്താക്കി എന്ന് പ്രഖ്യാപനം വന്നപ്പോൾ ഞങ്ങളുടെ ആത്മബോധം ഞങ്ങളെ അവിടെ കെട്ടിക്കിടക്കാൻ കാലുപിടിക്കാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട്, പാർട്ടിയുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഏറ്റവും ഉചിതമായ സാഹചര്യം ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്നപ്പോഴാണ്. ആ പേരിൽ തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ ഒരിടത്തും ഇപ്പോൾ UDF എന്ന് പറയാറില്ല. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ സജീവമാകുന്നു. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ഉയർത്തുന്ന പരാതി, ആക്ഷേപം, അതിനുള്ള തോമസ് ചാഴിക്കാടന്റെ മറുപടിയൊക്കെ നമ്മൾ കണ്ടു. കോട്ടയത്തെ കാഴ്ചകൾ എങ്ങനെയാണ് പ്രചാരണ ചൂടിൽ? തീർച്ചയായിട്ടും വാശിയേറിയ പോരാട്ടത്തിലേക്ക് തന്നെയാണ് കോട്ടയം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം പോകുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു ആരോപണം സജീവമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ LDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് UDF ഉന്നയിക്കുന്നത്. പലപ്പോഴും താൻ UDF സ്ഥാനാർത്ഥിയാണ് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് UDF പ്രവർത്തകരടക്കം മുന്നോട്ട് വെക്കുന്നത്. അതിന് സമാനമായിട്ടുള്ളൊരു പ്രതികരണമാണ് നേരത്തെ ഫ്രാൻസിസ് ജോർജും നമ്മളോട് പറഞ്ഞത്. അതായത് LDF എന്ന പേരിൽ അറിയപ്പെടാൻ ഫ്രാൻസിസ് ജോർജ് തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളിൽ പോലും ഇത് വ്യക്തമാണ്. കാരണം 2 ചിഹ്നം നമ്മുടെ ചിഹ്നം 2 എന്നുള്ളത് മാത്രമാണ്. LDF എന്നത് വളരെ ചെറുതാക്കി മാത്രമാണ് എഴുതുന്നത്. ഇത് LDF എന്ന് അറിയപ്പെടാൻ ചാഴിക്കാടൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതിനുള്ള മറുപടി അപ്പോൾ തന്നെ തോമസ് ചാഴിക്കാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. തങ്ങളെ പുറത്താക്കിയതാണ് UDFൽ നിന്നും ഒരു കാരണം. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് അവിടെ
നിൽക്കാതിരുന്നതാണ്. ഇപ്പോൾ LDF-ലാണ് തങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF ആയി തന്നെയാണ് താൻ വോട്ട് ചോദിക്കുന്നത് എന്ന് ചാഴിക്കാടനും തിരിച്ചു പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ട്. കാരണം നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് തോമസ് ചാഴിക്കാടൻ വിജയിച്ചത്. അദ്ദേഹം അതിനുശേഷം അവരുടെ പാർട്ടി LDF-ലേക്ക് മാറിയപ്പോൾ അദ്ദേഹം മാറിയിരുന്നു. ഇതൊരു വഞ്ചനയാണെന്നുള്ളൊരു പ്രചരണം സജീവമായി തന്നെ UDF നടത്തുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു ആരോപണം കൂടി, LDF എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ചാഴിക്കാടൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അതിനെ അതേ നാണയത്തിൽ തന്നെ ചെറുക്കാൻ തന്നെയാണ് LDF-ഉം തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. BJPക്ക് സ്വാധീനം കൂടുതലുള്ള മണ്ഡലങ്ങളിൽ LDF UDF സ്ഥാനാർത്ഥികളിൽ ആർക്കാണോ ജയസാധ്യത അവരെ വിജയിപ്പിക്കണമെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ. ഇക്കാര്യത്തിൽ ഇരുമുന്നണികളും നീക്കുപോക്ക് നടത്തണമെന്ന് KNM സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ ആവശ്യപ്പെട്ടു. വർഗീയ കക്ഷികൾക്കെതിരെ ജനാധിപത്യ കക്ഷികളെ പിന്തുണയ്ക്കുകയാണ് മുജാഹിദ് വിഭാഗത്തിന്റെ നയമെന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ വ്യക്തമാക്കി. അപ്പോൾ കേരളത്തിൽ ഈ BJPക്ക് സപ്പോർട്ട് ആയിക്കൊണ്ടുവരുന്ന സ്ഥലങ്ങളിൽ ഇടതുപക്ഷമാണോ അതല്ല ഈ കോൺഗ്രസ് ആണോ, കോൺഗ്രസ് മുന്നണിയാണോ, ആർക്കാണ് ജയസാധ്യത അവിടെ മറ്റേ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഇങ്ങോട്ട് വോട്ട് ചെയ്യണം. ചില സ്ഥലത്ത് കോൺഗ്രസ് ഇടതുപക്ഷത്തിനും ചില സ്ഥലത്ത് ഇടതുപക്ഷം ഈ കോൺഗ്രസ് മുന്നണിക്കും വോട്ട് ചെയ്താൽ മാത്രമേ ഇത് നടക്കുള്ളൂ. പ്രധാന കക്ഷികളായ LDF-ന്റെ നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ UDF മുന്നണിയും കൂടിയിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. കുറച്ച് നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ട് വിജയസാധ്യത ആർക്കാണോ അവരെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വെറുതെ ത്രികോണോ ചതുർക്കോണോ ഒക്കെ ആയിപ്പോയാൽ ഒരു കാര്യം ഉണ്ടാവില്ല. KNM-ന്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ RJD നേതാവ് V സുരേന്ദ്രൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ പ്രതികരണവുമായി ഡോക്ടർ ശശി തരൂർ. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തവർ രഹസ്യമായി പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. തങ്ങളുടേത് തുറന്ന രാഷ്ട്രീയമാണെന്നും ശശി തരൂർ പറഞ്ഞു. രഹസ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. നമ്മൾ തുറന്ന രാഷ്ട്രീയം ചെയ്യുന്ന, തുറന്ന സംസാരിക്കുന്ന, ജനങ്ങൾ നേരിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയമാണ് ഞങ്ങളുടെ. ആൾക്കാർ ഇഷ്ടപ്രകാരം ഒരു വോട്ട് ചെയ്യട്ടെ. രഹസ്യ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഇഷ്ടമുള്ളവർക്കും വേറെ ജയിക്കാൻ മാർഗമില്ലാത്തവരും ഇതൊക്കെ ചെയ്യട്ടെ, നോക്കട്ടെ. വിവാദ പ്രസ്താവനയിൽ തമിഴ്നാട് ജനതയോട് മാപ്പ് പറഞ്ഞ കേന്ദ്ര കൃഷി സഹമന്ത്രി ശോഭ കരന്തലജെ. തമിഴ്നാട്ടുകാർ കർണാടകയിൽ സ്ഫോടനം നടത്തുന്നുവെന്നായിരുന്നു പ്രസ്താവന. കേരളത്തിൽ നിന്നുള്ളവർ കർണാടകയിൽ ആസിഡ് ആക്രമണം നടത്തുന്നുവെന്നും ശോഭ കരന്തലജെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഈ തമിഴ്നാട്ടിലെ മുഴുവൻ ആളുകളെയും ഉദ്ദേശിച്ചല്ല തന്റെ പരാമർശം എന്നുള്ള വിശദീകരണം ശോഭ കരന്തലജയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പക്ഷേ കേരളത്തെക്കുറിച്ചുള്ള മോശം പരാമർശത്തിൽ ഖേദപ്രകടനവുമില്ല, പരാമർശവുമില്ല. എന്താണ് അവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം മനേഷ് മൂർത്തി? രജിത്ത്, ഏറ്റവും പുതിയൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അതായത് തമിഴ്നാട്ടിലെ ജനങ്ങളെ പൂർണ്ണമായും അല്ലെങ്കിൽ മുഴുവനായും തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ശോഭ കരന്തലജയുടെ പ്രസ്താവനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നു DMK എന്ന ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും മാപ്പപേക്ഷയിലൊന്നും തന്നെ DMK നിൽക്കുന്നില്ല. DMK നിയമ നടപടികളുമായി മുൻപോട്ട് പോകുന്നു ശോഭ കരന്തലജയ്ക്കെതിരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവർ പറഞ്ഞത്, കേന്ദ്ര സഹമന്ത്രിയാണ്, അവർ പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് കർണാടകയിലെത്തി തീവ്രവാദ പ്രവർത്തനം നടക്കുന്നത്. അത് പറയാനുള്ള കാരണം രാമേശ്വരം കഫേയുമായി ബന്ധപ്പെട്ടുള്ള പ്രതി കൃഷ്ണഗിരി വനമേഖലയിലാണ് പരിശീലനം നേടിയത് എന്നുള്ള കാര്യം, ആ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ആ രീതിയിലുള്ളൊരു പ്രസ്താവന അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ അവർ ഇതുമായി ഈ തമിഴ് ജനതയോട് മാപ്പ് പറയുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് താൻ മാപ്പ് ചോദിക്കുന്നു, തമിഴ്നാട്ടിലെ ജനതയോട് മാപ്പ് ചോദിക്കുന്നു. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ വളരെ സൗഹാർദ്ദപരമായാണ് ജീവിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ രൂക്ഷമായ വിമർശനവും ആ പോസ്റ്റിലുണ്ട്. അദ്ദേഹം പോസ്റ്റിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ പരിശീലനമൊക്കെ നടക്കുന്നത്. അത് കാണാൻ സാധിക്കുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് DMK നടത്തുന്നത്. അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും അതിനെതിരെ ഇപ്പോൾ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള ആളുകൾ എത്തി കർണാടകയിൽ ആസിഡ് ആക്രമണം നടത്തുന്നു, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ എത്തി കർണാടകയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ളവ നടത്തുന്നു എന്നുള്ളതായിരുന്നു ശോഭ കരന്തലജയുടെ പ്രസ്താവന. അതിലെന്തായാലും കേരളത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേരളത്തിനോട് മാപ്പ് ചോദിക്കുകയോ കേരള ജനതയോട് മാപ്പ് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തമിഴ് ജനതയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് തമിഴ്നാടുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ മാപ്പ് പറയുന്നു ശോഭ കരന്തലജെ. ഈ റിപ്പോർട്ടോടുകൂടി ഇലക്ഷൻ പ്രത്യേക പരിപാടിയുടെ സമയം പൂർത്തിയാവുകയാണ്.